ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയൊരു സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീക്കിൽ നമുക്ക് എക്സാമിന് ടോപ്പിക്കായിട്ടുള്ളത് ഒന്ന് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, പിന്നെ മോഷൻ ഇൻ 2 ഡയമെൻഷൻ, അതുപോലെ തന്നെ കെമിക്കൽ ബോണ്ടിങ്ങും അതേപോലെ തന്നെ മോഷൻ ഇൻ 2Dയും പകുതിയേ ഉള്ളൂ കേട്ടോ. ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ക്ലാസ് എത്ര വരെയാണോ ഈ വീക്കിലുള്ളത് എടുത്തത് അതുവരെയാണ് നമുക്ക് എക്സാം ഉള്ളത്. ഞാൻ രാവിലെ തന്നെ കോക്രോച്ചിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കോക്രോച്ചിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടല്ല, എന്നാലും ഒരു കൺഫ്യൂഷൻ തോന്നുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷനാണ്. അതിൽ ഈ സെഗ്മെൻറ്റുകളുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഫാലിക് ഗ്ലാൻഡ്, മഷ്റൂം ഗ്ലാൻഡ്, പിന്നെ ഓവറീസ്, ടെസ്റ്റിസ്, ഇതിൻ്റെയൊക്കെ പൊസിഷൻ പറയുന്നില്ല അബ്ഡോമൻ്റെ സെഗ്മെൻറ്റുകളിൽ. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഷോർട്ട് നോട്ട് റിവൈസ് ചെയ്തു. പിന്നെ വർക്ക് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ ഇവിടെ ഇങ്ങനെ വിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പഠിക്കാത്ത ടോപ്പിക്സൊക്കെ വീക്കിലി ഓരോ ദിവസം ചെയ്യുമ്പോൾ ഞാൻ വിട്ട് അവിടെ ബാക്കി വെച്ചു, പഠിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റീപ്രൊഡക്ഷനും കൂടെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ് വർക്ക് ബുക്കിൽ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത ഒരു 3-4 വീഡിയോയ്ക്ക് ഏകദേശം 2K 3K അടുപ്പിച്ച് വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല കാണുന്നത്. സോ പുതുതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാണുക. നമ്മൾ ഏകദേശം 1K അടുത്തെത്താനായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്താൽ തീർച്ചയായും 1K ഹിറ്റ് ചെയ്യാം. സോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം. പിന്നെ എല്ലാവരും ക്ലാസ്സൊക്കെ കറക്റ്റായിട്ട് കണ്ടുപോവുക, പെൻഡിങ് ഒന്നും വെക്കാതിരിക്കുക. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, പുതുതായിട്ട് ആരെങ്കിലും ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബ്രില്യൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം, അവിടുത്തെ ടീച്ചേഴ്സ്, നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ക്ലാസ് ടീച്ചേഴ്സിനെ കുറിച്ച് ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ബ്രില്യൻറ്റിനെ കുറിച്ച് ഓൾ ഓവർ നിങ്ങൾക്ക് എന്താ തോന്നിയത് പറയാമോ? തലയിൽ നിറയെ ഡാൻഡ്രഫ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എഗ് വൈറ്റ് ഒന്ന് പാക്കായിട്ട് ഇട്ട് നോക്കാമെന്ന്. ഇത് ഞാൻ ഒരു തവണ ഇട്ടിട്ടുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 2-3 വർഷം മുമ്പ് വരെ എൻ്റെ തലയിൽ ഡാൻഡ്രഫോ അങ്ങനെയുള്ള ഒന്നുമില്ല. ലൈസ് ഉണ്ടായിരുന്നു, പക്ഷേ അത് എൻ്റെ ഹെയർ കുറച്ച് തിക്കാണ്. ലെങ്ത്ത് അങ്ങനെ ഒരുപാടൊന്നുമില്ല, പക്ഷേ നല്ല തിക്നെസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈസ് ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഡാൻഡ്രഫാണ്. എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. ഡോക്ടറൊക്കെ കാണിച്ചു, പക്ഷേ ഷാമ്പു യൂസ് ചെയ്തു, പക്ഷെ ഇത് പോകുന്നില്ല. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ അറിയാൻ പറ്റിയത്, നമ്മുടെ വയറ് ക്ലീൻ അല്ലെങ്കിൽ ഇതുപോലെ ഡാൻഡ്രഫും പിന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഹോർമോണൽ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അത് തന്നെ ആയിരിക്കണം കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചെന്നാൽ നമുക്കൊന്ന് ആയുർവേദം പിടിച്ചാലോ എന്ന്. അപ്പോൾ ഇപ്പോൾ മഴയായതുകൊണ്ടാണ് ഞാനത് അതിന് പോവാത്തത്. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അപ്പോൾ ഈ കർക്കിടകം കൂടി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ചെയ്യും. കാരണം ഈ താരം കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? കണ്ടതും എല്ലാം വലിച്ചു വാരി ഞാൻ ഇടാറുണ്ടായിരുന്നു ഒരു സമയത്ത്. ഹെയർ ഗ്രോത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മുടി പൊഴിയുന്നത് എനിക്ക് കാണുമ്പോൾ സങ്കടം തോന്നും. അതായത് ഒരുപാട് മുടി ഉണ്ടായിട്ട് പിന്നെ അത് പോകുമ്പോൾ ഭയങ്കര സങ്കടമല്ലേ. അപ്പം ഞാൻ കണ്ടതും എല്ലാം വലിച്ചു വാരി അങ്ങ് ഇടും തലയിൽ. ഇപ്പം പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോന്ന് അറിയില്ല. ഇതേപോലെ തലയിൽ ഭയങ്കര ചൊറിച്ചിലും പിന്നെ ഈ ഒരു ഡാൻഡ്രഫും. അപ്പം അങ്ങനെയൊക്കെയാണ്. 1:30 എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കുളിച്ചു. പിന്നെ ഞാൻ ബ്രഞ്ചാണ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അപ്പം അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും കഴിച്ചാലായി. കാരണം ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈമും ഞാൻ റൂമിൽ തന്നെയാണ്, ഞാൻ പുറത്തൊന്നും അങ്ങനെ ഇറങ്ങില്ല. സൺഡേ ആണ് ആകെയുള്ളൊരു ആശ്വാസം. കാരണം പുറത്തൊന്ന് ഇറങ്ങുക, പുറത്ത് വായും കാറ്റൊക്കെ ഒന്ന് കൊള്ളുക. അങ്ങനെ എക്സാമൊക്കെ എഴുതി. പിന്നെ എനിക്കിപ്പോൾ ഉള്ള ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ടെൻഷൻ ആൻഡ് സ്ട്രെസ്, ആൻസൈറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് 17-ാം തീയതി ഡ്രൈവിംഗ് ടെസ്റ്റാണ്. അപ്പോൾ നല്ല പേടിയുണ്ട് എനിക്ക്. നിങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മളിവിടെയുള്ള MVD ഭയങ്കര റൂഡാണെന്നൊക്കെ പറഞ്ഞേക്കുന്നു. അതുകൊണ്ടുള്ളൊരു ടെൻഷൻ.
ആവശ്യമില്ലാണ്ട് വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുക. പക്ഷെ അവിടെ എത്തുമ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും എന്തിനാ ഇത്ര ടെൻഷൻ അടിച്ചേ, ഇതായിരുന്നോ, ഇത്ര സിമ്പിളായിരുന്നോ ഒക്കെ തോന്നും. പക്ഷേ ഇതങ്ങനെയല്ല. കാരണം എനിക്ക് നല്ല ടെൻഷനുള്ളത് ഒന്ന് റോഡ് ടെസ്റ്റിലാണ് കേട്ടോ. റോഡ് ടെസ്റ്റ് ഭയങ്കര പാടാണെന്ന് പറയുന്നു. ഐ ഡോണ്ട് നോ എന്തായി തീരുമെന്ന്. പിന്നെ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പുറത്തൊന്ന് പോവാം. പുറത്തുനിന്ന് വെച്ചാൽ ജസ്റ്റ് ടെറസ് വരെ ഒന്ന് പോവും, മഴയൊക്കെ കണ്ട് ആസ്വദിച്ചങ്ങ് വരും. കാരണം ഞാൻ പറഞ്ഞല്ലോ, സൺഡേ മാത്രമാണ് ഞാൻ ഒന്ന് പുറത്തിറങ്ങുന്നത്. പുറം ലോകം തന്നെ കാണുന്നത് സൺഡേ മാത്രമാണ്. കാരണം കുറച്ച് സമയം കിട്ടുന്നത് സൺഡേയിലാണല്ലോ. എക്സാമൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒരു ഭാരം അങ്ങ് ഇറക്കി വെക്കുന്ന ഒരു ഫീലാണല്ലോ. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ ഒരുപാട് നല്ല നല്ല കമൻസ് ഇട്ട കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേര് ഞാൻ ഒന്ന് വായിക്കാം. മുഹമ്മദ് ഫിസാൻ, അരുൺ കെ, പിന്നെ റോസ്. ഈ റോസ് നാട്ടിലെ കുട്ടി എൻ്റെ ഒരുപാട് വീഡിയോ, ഒരുപാടല്ല, ഒരു 2-3 വീഡിയോകളിൽ നല്ല നല്ല കമൻറ്റുകൾ, ഒത്തിരി സപ്പോർട്ടീവായിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു.